ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സുവോളജി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂക്കാരിയോട്ടിക് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ്. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്? സെല്ല്, അതായത് സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. അപ്പൊ ആ സെല്ലിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ സെല്ലുലാർ ഓർഗനൽസ് ആയിട്ടുള്ള സീലിയ ആൻഡ് ഫ്ലെജെല്ല, സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾജി കോംപ്ലക്സ് ആൻഡ് ലൈസോസോം. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. സെൽ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താ? ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അല്ലെ? സോ ഇറ്റ് ഈസ് ദ മൈക്രോസ്കോപ്പിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയുടെ മൈക്രോസ്കോപ്പിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് എന്ത്? സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെല്ല് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്? നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്. അപ്പൊ ഈ സെല്ലിനെ ആദ്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളത് ഏത് സയന്റിസ്റ്റ് ആണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഏതാണ്? റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതും ഡെഡ് പീസ് ഓഫ് കോക്ക് ടിഷ്യൂലാണ് ആദ്യമായിട്ട് ഈ സെല്ലുകളെ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് എല്ലാവർക്കും, ഇൻക്ലൂഡിംഗ് ബാക്ടീരിയ എല്ലാവർക്കും എന്തുണ്ട്? ഒരു സിംഗിൾ അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് സെൽസ്, അല്ലെ? നമുക്കറിയാം യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, അല്ലെ? അപ്പൊ എല്ലാ ഓർഗാനിസംസും എന്താണ്? ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് എല്ലാം അതും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? സെല്ല് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ സെല്ലിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ്, ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദ പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? സറൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ഈ സെല്ലിന്റെ ഉള്ളിൽ എന്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും? ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്. ആ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. ഓക്കെ, ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് കോൾഡ് സൈറ്റോപ്ലാസം. ഈ ഒരു ടൈനി ഫ്ലൂയിഡ് ഫിൽഡ് സെൽസ് ആണ് എന്ത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്? നമ്മളുടെ ബോഡിയിലുള്ള പലതരത്തിലുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻസ്. ആ കെമിക്കൽ റിയാക്ഷൻസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എൻ ഓർഗാനിസംസ് ഗ്രോത്ത് ആൻഡ് സർവൈവൽ. ഏതൊരു ഓർഗാനിസം ആണെങ്കിലും അതിന്റെ ഗ്രോത്തിനും സർവൈവലിനും ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻസുകൾ നടക്കുന്നത്, അത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ സെല്ലിന്റെ ഉള്ളിലാണ്. അപ്പൊ സെല്ലിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, അല്ലെ? അത്ര വലുതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ സെല്ലിന്റെ ഇമ്പോർട്ടൻസ്. സോ സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സിൽ തന്നെ നമുക്ക് അറിയാം സെൽ എന്ന് പറയുമ്പോൾ, അല്ലെ, രണ്ട് തരത്തിലുള്ള സെല്ലുകൾ ഉണ്ട്. എന്താണ്? പ്രോ കാരിയോട്ടിക് സെൽസ് ഉണ്ട്, യൂകാരിയോട്ടിക് സെൽസ് ഉണ്ട്. ആ രണ്ട് സെല്ലുകൾ തമ്മിലുള്ള കുറച്ച് പ്രധാനമായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് പറയുകയാണെങ്കിൽ, അതായത് ജസ്റ്റ് നിങ്ങൾ മുമ്പ് ചെറിയ ക്ലാസ്സിൽ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും? സ്മോളർ ആയിട്ടുള്ള സെല്ലുകളാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടാവില്ല? ഒരു ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. പക്ഷേ യൂകാരിയോട്ടിക് സെൽസ്, അതായത് നമ്മളുടെ ആനിമൽസ് അല്ലെങ്കിൽ ഹയർ ഓർഗാനിസംസ്, ഇപ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, നമ്മുടെ കേസിലൊക്കെ ഉള്ള യൂകാരിയോട്ടിക് സെൽസ് എടുക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? അത് ലാർജർ സെല്ലുകളായിരിക്കും. ഒപ്പം തന്നെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ പ്രോകാരിയോട്ടിക് സെൽസ് ആണെങ്കിൽ അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസുകൾ ഉണ്ടാവില്ല, ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. എന്നാൽ യൂകാരിയോട്ടിക് സെൽസുകൾക്ക് ആണെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഓർഗനൽസിനെ പറ്റിയിട്ട് നമ്മൾ ഇനി ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ ഏതൊക്കെയാണ് സെൽ ഓർഗനൽസ് ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോകാരിയോട്ടിക് സെല്ലുകളാണെങ്കിൽ എന്താണ്? അതായത് പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലിലും റൈബോസോംസുകൾ പ്രസന്റ് ആണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, പ്രോകാരിയോട്ടിക് സെല്ലിൽ 70s റൈബോസോം ആണെങ്കിൽ യൂകാരിയോട്സിൽ 80s റൈബോസോംസ് ആണ്. ഓക്കെ, അതുപോലെ പ്രോകാരിയോട്ടിക് സെൽസ് ആണെങ്കിൽ ദ ലാക്ക് എ വെൽ ഡെവലപ്ഡ് സൈറ്റോസ്കെൽട്ടൻ, ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്ടിക് സെൽ അവർക്ക് എന്തായിരിക്കും? ഒരു ഡൈനാമിക് സൈറ്റോസ്കെൽട്ടൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രോകാരിയോട്ടിക് സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ ആണെങ്കിൽ യൂകാരിയോട്ടിക് സെൽ എന്താണ്? യെസ്, മൈറ്റോസിസ് അതുപോലെ തന്നെ സൈറ്റോകൈനസിസ് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുറച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ദ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് ദ യൂകാരിയോട്ടിക് സെൽ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ യൂകാരിയോട്ടിക് സെല്ലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ യൂകാരിയോട്ടിക് സെൽസ് തന്നെ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സുകളിൽ, ആനിമൽസിലും ഒക്കെ എന്താണ്? യൂകാരിയോട്ടിക് സെല്ലാണ്. ഈ പ്ലാന്റ്സിലും ആനിമൽസിലും ഉള്ള യൂകാരിയോട്ടിക് സെല്ലിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്താന്നുള്ളതാണ് ഇനി നോക്കുന്നത്.
അതായത് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറയുകയാണെങ്കിൽ പ്ലാന്റ് സെല്ലാണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, ഒരു റിജിഡ് ഷേപ്പ്, അതായത് ആ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി അതിന് എന്തുണ്ടായിരിക്കും, ഒരു സെൽ വോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ കേസിൽ അതിനൊരു സെൽ വോൾ ഉണ്ടായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആനിമൽ സെൽ അതിനെന്താണ്, ഒരു റെഗുലർ ഷേപ്പ് ആണ്. അതായത് നോ സെൽ വോൾ ഉണ്ടാവില്ല. പകരം എന്താണ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ ലിമ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആണുള്ളത്. ബട്ട് സെൽ വോൾ ഈസ് ആബ്സെന്റ് ഇൻ ദ കേസ് ഓഫ് ആനിമൽ സെൽ. ഓക്കെ, അപ്പൊ അതൊരു ഡിഫറൻസ് തന്നെ. പ്ലാന്റ് സെല്ലിൽ നമുക്ക് ലാർജ് സെൻട്രൽ വാക്യൂൾ ആണ് കാണുന്നതെങ്കിൽ ആനിമൽ സെല്ലിൽ നമുക്ക് ന്യൂമറസ് ആയിട്ടുള്ള സ്മോൾ വാക്യൂൾസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ നമുക്കറിയാം, പ്ലാന്റ് സെൽ എന്ത് നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. സോ ഈ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്, ഓർഗനല്ല ഏതാണ്, സെൽ ഓർഗൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിലുണ്ട്, ബട്ട് അനിമൽ സെല്ലിലുണ്ടോ, ഇല്ല. അനിമൽ സെല്ലിൽ നോ ക്ലോറോപ്ലാസ്റ്റ്. അതുപോലെ തന്നെ സെൻട്രോസോമുകൾ പ്ലാന്റ് സെല്ലിലില്ല, ബട്ട് സെൻട്രോസോംസ് അല്ലെങ്കിൽ സെൻട്രിയോൾസുകൾ ആനിമൽ സെല്ലിൽ പ്രസന്റ് ആണ്. അതുപോലെ പ്ലാന്റ് സെല്ലിൽ ലൈസോസോംസുകൾ ഇല്ല, ബട്ട് ആനിമൽ സെല്ലിൽ ലൈസോസോംസുകൾ ഉണ്ട്. ഇതൊക്കെ എന്താണ്, കുറച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് സബ് സെല്ലുലാർ ഓർഗനൽസുകളാണ്. ഏതൊക്കെയാണ് സബ് സെല്ലുലാർ ഓർഗനൽസ്? സോ ഫസ്റ്റ് വരുന്നത് സീലി ആൻഡ് ഫ്ലാജെല്ല. അപ്പം ഏതൊരു ഫ്രീ ലിവിങ്, അതായത് കുറെ ഫ്രീ ലിവിങ് ഓർഗാനിസംസ് യൂകാരിയോട്ടിക് സെല്ലുകളിൽ എന്തുണ്ട്, ലൈക്ക് പ്രോട്ടോസോ, അവർക്കൊക്കെ എന്തുണ്ടാവും, കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. പ്രൊജക്ഷൻസ് അവരെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ സെല്ലുലാർ ലോക്കോമോഷൻ അല്ലെങ്കിൽ ടു മൂവ് ദ സബ്സ്റ്റൻസ് അലോങ് ദ സെല്ലുലാർ സർഫസ്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രൊജക്ഷൻസുകൾ കാണാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്ഷൻസുകൾ അല്ലെങ്കിൽ ഈ ഒരു ലോക്കോമോട്ടർ സെല്ലുകൾ എവിടെ നിന്നാ പ്രൊജക്ട് ചെയ്യുക, ആ സെല്ലിന്റെ സർഫസിൽ നിന്നും പ്രൊജക്ട് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോ ഇനി ഇതിൽ തന്നെ രണ്ട് തരത്തിലുള്ള പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. അപ്പോ ഒരു തരത്തിലുള്ള പ്രൊജക്ഷൻസ് പറയുമ്പോൾ അത് ലാർജ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഒരു ചിത്രം നോക്കിയാൽ, ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ്, സീലിയുടെ കേസ് നോക്കൂ. ഇവിടെ എന്താ, പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ആണ്. ഒപ്പം തന്നെ ഷോർട്ട് ആണ്, അല്ലെ, വിച്ച് റിസംബിൾ ലൈക്ക് ഹെയേഴ്സ് പോലെ ഷോർട്ട് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീലിയ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് പിക്ചറിലുള്ളത് എന്താണ്, സീലിയ ആണ്, അല്ലെ, ലാർജ് നമ്പേഴ്സ് ആൻഡ് ഷോർട്ട് വിച്ച് റിസംബിൾസ് ലൈക്ക് ഹെയേഴ്സ്. എന്നാൽ ഇതെന്താണ്, ലോങ് ആണ്, അല്ലെ, ലോങ് ആണ്, ഫ്യൂ ഇൻ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലെജെല്ല. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലെജെല്ല. ഇനി ഈ ബോത്ത് സീലിയ ആൻഡ് ഫ്ലെജെല്ല രണ്ടും എന്താണ്, പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, യെസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ എ ബേസൽ ബോഡി. ഓക്കെ, അപ്പൊ ഇതാണ് സീലിയ ആൻഡ് ഫ്ലെജെല്ലയെ പറ്റിയിട്ട് ഓർത്തിരിക്കണം. ഒന്ന് ലാർജ് നമ്പേഴ്സ് ആണ്, എന്നാൽ ഷോർട്ട് ആണ്, അത് സീലിയ. മറ്റേത് എന്താണ്, ലോങ് ആണ്, ഫ്യൂ ഇൻ നമ്പേഴ്സ്, അതെന്താണ്, ഫ്ലെജെല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെൽ വോൾ ആണ്. സെൽ വോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോസ്റ്റ് യൂകാരിയോട്ടിക് സെൽസ് സച്ച് ആസ് എന്താണ്, സെൽസ് ഓഫ് ഫംഗി, ആൽജി, അതുപോലെ തന്നെ എന്താണ്, ഹയർ പ്ലാന്റ്സ് പോസസ് എന്താണ്, സെൽ വോൾ. ഇവർക്ക് എന്തുണ്ട്, സെൽ വോൾ ഉണ്ട്. അപ്പോൾ ഒരു സെമി റിജിഡ് കവറിംഗ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ്, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെൽ വോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൽ വോൾ എന്താണ്, ഈ ഒരു എന്താണ്, ലൈസ് എക്സ്റ്റേണൽ ടു ദ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ, അല്ലെ. അതുപോലെ തന്നെ ഈ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, പോളിസാക്കറൈഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എനിമൽ സെല്ലുകൾക്ക് എന്തുണ്ടായിരിക്കും, പ്ലാസ്മ മെംബ്രെയിൻ. അതുപോലെ തന്നെ എനിമൽ സെൽ ഹാവ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ എന്താണ്, സെൽ മെംബ്രെയിൻ ആണ് ഇവർക്കുള്ളത്. ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എന്താണ്, തിൻ, ഇലാസ്റ്റിക്, അതുപോലെ തന്നെ സെമി ഫ്ലൂയിഡ് ലിവിംഗ് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ്. വിച്ച് സെപ്പറേറ്റ് എന്താണ്, ഇന്റേണൽ കണ്ടന്റ് ഫ്രം ദ എക്സ്റ്റേണൽ സറൗണ്ടിങ്സ്. അതുപോലെ തന്നെ പാസേജിനെ കൺട്രോൾ ചെയ്യുക, പാസേജ് ഓഫ് മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്, പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതുപോലെ തന്നെ ഈ പ്ലാസ്മ മെംബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, എന്ത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പ്രോട്ടീൻസ് ആൻഡ് ലിക്വിഡ്സ്. അതുപോലെ തന്നെ ഈ പ്ലാസ്മ മെംബ്രെയിൻ തന്നെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്, ഏറ്റവും എന്താണ് വൈഡ്ലി ആക്സെപ്റ്റഡ് അറേഞ്ച്മെന്റ് ആണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ എന്താണ്, ഫ്ലൂയിഡ് മൊസൈക്ക്, സിംഗർ ആൻഡ് നിക്കോൾസ് എന്ന് പറയുന്ന സയന്റിസ്റ്റുകളുടെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൈറ്റോപ്ലാസം ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഒരു സെമി സോളിഡ് ജെല്ലി ലൈക്ക് മീഡിയം ആണ്. അതെന്താണ്, സെൽ മെംബ്രെയിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അതിന്റെ ഉള്ളിൽ എന്താണ്, ഓർഗനൽസുകൾ ഉണ്ടായിരിക്കും അലോങ് വിത്ത് ന്യൂട്രിയൻസ്. ദെൻ ന്യൂക്ലിയസ് വിച്ച് ഇസ് ദ ഇമ്പോർട്ടന്റ്, അല്ലെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗനൽ ഇൻ ദ സെല്ലാണ്. അത് സ്പെറിക്കൽ, അതുപോലെ തന്നെ ഓവൽ ഷേപ്പ് ആയിരിക്കും. പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സെൻട്രൽ പാർട്ടിലാണ് കാണപ്പെടുന്നത്. സൈറ്റോപ്ലാസത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഹെറിഡിറ്ററി ഇൻഫോർമേഷൻസും കാണപ്പെടുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിലാണ്.
അതിനെ കവർ ചെയ്ത് ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടായിരിക്കും. അതിന്റെ ഇടയിലുള്ള സ്പേസിനെ ന്യൂക്ലിയർ സ്പേസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന് എന്തുണ്ട്? ന്യൂക്ലിയർ പോഴ്സ് ഉണ്ടായിരിക്കും. അതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്കറിയാം ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള മെംബ്രെയിനസ് സാക്ക് ആണ്, അല്ലെങ്കിൽ ട്യൂബ്യൂൾ ആണ് അടങ്ങിയിട്ടുള്ള ഒരു എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ആണ് എന്തെന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതെന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ്. എന്തുമായിട്ട്? ന്യൂക്ലിയർ എൻവലപ്പുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ് റൈബോസോംസ് പറഞ്ഞാൽ വളരെ സ്മോൾ ഇലക്ട്രോൺ ഡെൻസ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള റൈബോസോമിലെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള റൈബോസോമുകൾ ഉണ്ട്, ഫ്രീ റൈബോസോംസ് ഉണ്ട്. അപ്പോൾ അറ്റാച്ച്ഡ് റൈബോസോംസും ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന എന്തുണ്ട്? ഫ്രീ റൈബോസോംസും ഉണ്ട്. പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ സിന്തസിസ്, അതുപോലെ തന്നെ ഇതിന് എന്തുണ്ട്? ഒരു സ്മോളർ സബ് യൂണിറ്റ് ഉണ്ട്, ലാർജർ സബ് യൂണിറ്റ് ഉണ്ട്. ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, സ്മോളർ സബ് യൂണിറ്റ് ഉണ്ട്, ലാർജർ സബ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൽ, സെൽ ഓർഗനലാണ് റൈബോസോം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പ്രോകാരിയോട്ടിക് റൈബോസോം ആണെങ്കിൽ എന്താണ്? 70S ആണ്, യൂകാരിയോട്ടിക് ആണെങ്കിൽ 80S ആണ്. അപ്പൊ നോക്കിയാൽ മനസ്സിലാവും സബ് യൂണിറ്റ്, സ്മോളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു പിക്ചർ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെൽ ഓർഗനൽ ആണ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ATP പ്രൊഡക്ഷൻ. ഓക്കെ, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നതാണ് അല്ലെ? സ്ഫെറിക്കൽ അല്ലെങ്കിൽ റോഡ് ഷേപ്ഡ് ആണ്, വിച്ച് ഇസ് കോൾഡ് പവർ ഹൗസ് ഓഫ് ദി സെൽ, വിച്ച് ഹെൽപ്സ് ഇൻ ദ ATP പ്രൊഡക്ഷൻ. ഓക്കെ, മൈറ്റോകോൺട്രിയ. ദെൻ ക്ലോറോപ്ലാസ്റ്റ്, നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ കാണപ്പെടുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെൽ ഓർഗനൽ ആണ്, ഫോട്ടോസിന്തസിസ് നടക്കുന്ന എന്താണ്? ഒരു സെൽ ഓർഗൻ ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? യുണീക്ക് ആയിട്ടുള്ള ഒരു സെൽ ഓർഗൻ ക്ലോറോപ്ലാസ്റ്റ്. മെംബ്രെയിൻ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പിഗ്മെന്റ്സ് ലൈക്ക് ക്ലോറോഫിൽ അവിടെ പ്രസന്റ് ആണ് അല്ലെ? അപ്പോൾ ഫോട്ടോസിന്തസിസ് ആണ് അവിടെ നടക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ഓർഗനൽ ആണ് ഇത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിലാണ് മെയിൻ ആയിട്ട്, ആൽഗെ ആൻഡ് ഗ്രീൻ പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ഗോൾജി കോംപ്ലക്സ് പറയുമ്പോൾ വിച്ച് ഈസ് ഡിസ്ക്രൈബ് ബൈ ദ സയന്റിസ്റ്റ് ഏതാണ്? കാമിലോ ഗോൾജി ആണ്. ആ ഒരു പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ്, അല്ലെങ്കിൽ ഗോൾജി ബോഡീസ് എന്നും പറയും. അതും എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോസസിംഗ് ഓഫ് പ്രോട്ടീൻസ്, പാക്കേജിംഗ് ഓഫ് ദ സെക്രീറ്ററി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സെക്രീഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രോട്ടീൻസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്: പ്രോസസിംഗ് ഓഫ് പ്രോട്ടീൻസ്, പാക്കേജിംഗ്, അതുപോലെ തന്നെ സെക്രീഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് ലൈസോസോം ആണ്. അതെന്താണ്? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ് ദാറ്റ് ഫംഗ്ഷൻ ആസ് ദ സെൽസ് ഗാർബേജ് ഡിസ്പോസൽ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഗാർബേജ് ഡിസ്പോസൽ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കണ്ടെയ്നിങ് ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ടു ബ്രേക്ക് എന്താണ്? സെല്ലുലാർ വേസ്റ്റ്, ഡെബ്രീസ് ആൻഡ് ഫോറിൻ മെറ്റീരിയൽസ്, ആൻഡ് ഓൾസോ പ്ലേ റോൾ ഇൻ അപ്പോപ്ടോസിസ്. അപ്പോപ്ടോസിസ് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ഓക്കെ, അതാണ് ലൈസോസോം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.